ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഒന്നും തന്നെ കൈമോശം വരാതെ സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ. അതുകൊണ്ട് തന്നെ കലാവിരുതിലെ സൗന്ദര്യവും പ്രായോഗികതയും വളരെയേറെ ആസ്വദിക്കപ്പെടുകയും ചെയ്യുന്നു. തൊഴിൽ കഴിഞ്ഞുള്ള സമയങ്ങളിൽ കലാപരമായ കർമ്മങ്ങളിൽ മുഴുകുന്നവർ ജീവിതത്തിന്റെ മറ്റു വൈതരണികളിൽ നിന്നും അല്പമോചനം തേടുന്നു. ക്രിയാത്മക തലങ്ങളിലെ അന്വേഷണവും യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ പച്ചപ്പുകളെ കണ്ടെത്താൻ സഹായകരമാവുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഹരേ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ നാരായണ കൃഷ്ണ കൃഷ്ണ കാർമുകിൽ വർണ്ണ ഹരേ കൃഷ്ണ 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 മുരളീധര കൃഷ്ണ. ഇത് തൃശൂർ മാള സ്വദേശി PM ഉണ്ണികൃഷ്ണൻ, ദുബായിലെ ഒരു കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ. ഉണ്ണികൃഷ്ണന്റെ ഹോബി തെർമോകോൾ കൊണ്ട് തന്റെ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. സ്വന്തം വീട്, അമ്പലം, നാലുകെട്ട്, അങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സമ്മോഹന ദൃശ്യങ്ങൾ. വാസ്തുശില്പ ചാതുര്യമോ ചിത്രകലാ പാരമ്പര്യമോ ഇല്ലാത്ത ഉണ്ണികൃഷ്ണന്റെ കലയുടെ ഉണ്ണികൾ ഇങ്ങനെയാണ് പുറത്തു വരുന്നത്. തെർമോകോളിലെ കലാസൃഷ്ടിയുടെ തുടക്കം ഇങ്ങനെയാണ്. ഞാൻ ഈ ഒരു വീട് വാങ്ങിച്ചതിന് ശേഷം എനിക്കൊരു 7 days മാത്രമേ എനിക്ക് വീട്ടിൽ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നു. ഫോട്ടോ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ എനിക്ക് മനസ്സിൽ പ്ലാൻ ചെയ്തു എന്തുകൊണ്ട് എനിക്ക് തെർമോകോൾ ഉണ്ടാക്കിക്കൂടാ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് തെർമോകോളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ആ ഒരു മോഡൽ ഞാൻ റെഡിയാക്കി. പക്ഷെ അതുണ്ടാക്കി വന്നതിന് ശേഷം പിന്നെ വീണ്ടും നമുക്കതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി പിന്നെ വേറെ പല മോഡലുകളും പിന്നെ റെഡിയാക്കിക്കൊണ്ടിരുന്നത്. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ ഉണ്ണികൃഷ്ണന്റെ കലാരൂപങ്ങൾ. ഇതിന്റെ കയ്യിൽ ജസ്റ്റ് ഒരു ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു മോഡലുള്ളൊരു ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പിന്നത് റെഡിയാക്കി. തെർമോകോൾ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുക്കും കാരണം. എക്സ്പെൻസ് വെരി ലോ ആണ്. ഒരു 50 dirhams 100 dirhams താഴെ ടോട്ടൽ കോസ്റ്റ് വരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ മാൻ പവർ. ഞാൻ ആ വീട് റെഡി ചെയ്യാനായിട്ട് ഏകദേശം ഒരു 4-4.5 മാസം എടുത്തിട്ടുണ്ട് ഈ വീട് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് വേണ്ടത് മനുഷ്യന് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ്.
ആ ക്ഷമ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. വലിയ ചെലവൊന്നും ആവശ്യമില്ലാത്ത ഈ തെർമോകോൾ കലാസങ്കല്പത്തിന് പക്ഷേ ക്ഷമയും സമയവും നിർലോഭവും ആവശ്യമുണ്ട്. ഇതിന്റെ മുന്നിലുള്ള ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ബർജ് ഖലീഫ തെർമോകോളും ഗ്ലാസും വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള തീരുമാനം. പക്ഷെ അതിനേക്കാൾ മുന്നിലേക്ക് അതിന്റെ ഫ്രണ്ടില് ഒരു മെട്രോ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? അപ്പോൾ ബർജ് ഖലീഫ വിത്ത് മെട്രോ സ്റ്റേഷൻ അതുണ്ടാക്കാനുള്ള പ്ലാനിങ്. ഉണ്ണികൃഷ്ണനെ പോലെ തിരക്കേറിയ തൊഴിൽ സമയം കഴിഞ്ഞാൽ സാംസ്കാരിക മേഖലകളിൽ അഭിരമിക്കുന്ന ഒട്ടേറെ ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. പ്രവാസ ജീവിതത്തിലെ ഏകാഗ്രതയെ മറ്റു ചിന്തകൾക്ക് വിടാതെ ഏകാഗ്ര മനസ്സോടെ തങ്ങൾക്ക് ചെന്നെത്താവുന്ന കലാമേഖലയിലേക്ക് കൈവഴിയായി തുറന്നുവിടുന്നവർ. 5-6 മാസം പരിശ്രമം ചെയ്ത് നിർമ്മിക്കുന്ന തെർമോകോൾ കലാരൂപങ്ങൾ ഒന്നും തന്നെ വിൽക്കാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറല്ല. തന്റെ ഉള്ളിലെ സൗന്ദര്യ സങ്കല്പങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്താനുള്ള താല്പര്യം.